നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് റെറ എന്നൊരു ടേം? റെറ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭാരത സർക്കാർ 2016 കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് റെറ. ഫ്ലാറ്റ് എന്നിവ വാങ്ങുന്നവരുടെ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ഇടപാടുകാരും ബിൽഡർമാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ അറിയപ്പെടുന്നത് കെ റെറ എന്നുള്ള പേരിലാണ്. റെറയുടെ പ്രധാനപ്പെട്ട 3 പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിൽ എങ്ങനെ 500 സ്ക്വയർ മീറ്ററിന്റെ മുകളിലോ അല്ലെങ്കിൽ 8 വില്ല പ്രൊജക്ടുകളുടെ മുകളിലോ ചെയ്യുന്ന പ്രൊജക്ടുകൾ നിർബന്ധമായും റെറയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം. കാർപ്പറ്റ് ഏരിയ, ബിൽഡേഴ്സ് പ്രൊജക്ടുകൾ വിൽക്കപ്പെടുന്നത് കാർപ്പറ്റ് ഏരിയ എന്ന കോൺസെപ്റ്റിൽ മാത്രമായിരിക്കണം. മുമ്പുണ്ടായിരുന്ന സൂപ്പർ ബിൽറ്റ് ഏരിയ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് ബിൽഡപ്പ് ഏരിയ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എസ്ക്രോ അക്കൗണ്ട് എന്നുള്ളതാണ്. എസ്ക്രോ അക്കൗണ്ട് നമുക്കറിയാലോ, അതായത് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു എസ്ക്രോ അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിലേക്കാണ് അതിന്റെ 70% എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അത് എന്തിനാ വെച്ചാൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വേണ്ടി കസ്റ്റമറുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന എമൗണ്ട് മറ്റൊരു പ്രവൃത്തിയിലേക്കും ഡൈവേർട്ട് ചെയ്യാതെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി തന്നെ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ എസ്ക്രോ അക്കൗണ്ട് ത്രൂ ഉപയോഗിക്കുന്നത്. റെറയുടെ 3 പ്രധാന ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ സുതാര്യതയും വിശ്വാസ്യതയും, പ്രൊജക്ട് പ്ലാന്, ലേഔട്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഫിനിഷിംഗ് ഡേറ്റ്, ഹാൻഡ് ഓവർ ഡേറ്റ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റുമായിട്ടുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് റെറ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ. നിർമ്മാണ പിഴവുകൾ വരുന്ന ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയും ഇതിനെ ഹെൽപ്പ് ചെയ്യും റെറ അപ്രൂവ്ഡ് പ്രൊജക്റ്റ് ആണെങ്കിൽ. കസ്റ്റമറുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടാം. ഇൻ കേസ് പ്രൊജക്ട് ഡിലേ ആയി, പറഞ്ഞ സമയത്തിന് ഡെലിവറി ആയില്ല, അത് 5 ഇയേഴ്സിനുള്ളിൽ എന്തെങ്കിലും ഡാമേജസ് വന്നാൽ അതിന് നമുക്ക് റിപ്പയർ കോസ്റ്റ് അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നിയമമാണ് റെറ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക കെ റെറ രജിസ്റ്റേർഡ് പ്രൊജക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. കഴിയും. താങ്ക് യു സോ മച്ച്.